നബിവാക്യം. സ്ത്രീകളെ, നിങ്ങളിൽ ആരും തന്നെ തൻ്റെ അയൽവാസിനിയുടെ ദാനത്തെ നിസ്സാരമായി കാണരുത്. അതൊരു ആടിൻ്റെ കുളമ്പാണെങ്കിലും. ഒരിക്കൽ നബി തൻ്റെ ശിഷ്യനായ അബൂദറിനോട് പറഞ്ഞു, ഓ അബൂദർ, താങ്കൾ കറി വെക്കുമ്പോൾ അതിൽ അല്പം വെള്ളം കൂട്ടിക്കൊണ്ട് താങ്കളുടെ അയൽവാസിയെ കൂടി പരിഗണിക്കുക. ഈ രണ്ട് നബിവാക്യങ്ങളിലൂടെ നബി തിരുമേനി ഉത്ബോധിപ്പിക്കുന്നത് അയൽപക്ക ബന്ധങ്ങളും വ്യക്തിബന്ധങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. അയൽവാസികൾ തമ്മിൽ ഊഷ്മളമായ ബന്ധം നിലനിർത്തണം. അവർ തമ്മിൽ കൊടുക്കൽ വാങ്ങലുകൾ നിരന്തരം നടക്കണം. നബി തിരുമേനി പറഞ്ഞു, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം. സ്വന്തത്തിന് ഇഷ്ടപ്പെടുന്നത് തൻ്റെ അയൽക്കാരന് വേണ്ടിയും ഇഷ്ടപ്പെടുന്നത് വരെ ഒരാളും ദൈവവിശ്വാസിയാകുകയില്ല. അയൽവാസി തൻ്റെ ശത്രുവാണെങ്കിൽ പോലും അവന് നന്മ ചെയ്താൽ ക്രമേണ അവൻ ഉറ്റ ചങ്ങാതിയായി മാറുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ 41 അധ്യായം 34 സൂത്രത്തിൽ പറയുന്നുണ്ട്, നന്മയും തിന്മയും തുല്യമാകുകയില്ല. തിന്മയെ ഏറ്റവും ഉത്കൃഷ്ടമായ നന്മ കൊണ്ട് പ്രതിരോധിക്കുക. എങ്കിൽ നിന്നോട് ശത്രുതയിൽ വർത്തിക്കുന്നവൻ നിന്റെ ആത്മമിത്രമായി മാറുന്നത് നിനക്ക് കാണാം. നബി ഒരിക്കലും 3 പ്രാവശ്യം സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, ഒരാൾ ഒരിക്കലും സത്യവിശ്വാസിയാകുകയില്ല. അപ്പോൾ ശിഷ്യന്മാരിൽ ഒരാൾ ചോദിച്ചു, ആരാണ് റസൂലെ, ആരാണവൻ? നബി പറഞ്ഞു, ഏതൊരുവൻ്റെ ഉപദ്രവത്തിൽ നിന്ന് തൻ്റെ അയൽവാസി നിർഭയനാവുന്നില്ലയോ അവനൊരിക്കലും വിശ്വാസിയാകുകയില്ല.